വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണി കണ്ടാലോ? ബിരിയാണി ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലാത്ത എന്നാൽ വെച്ച് നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. എന്ന വീഡിയോയിലോട്ട് പോയാലോ? ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് വെക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കേര ഫിഷാണ്. ഫിഷ് ബിരിയാണിക്ക് പറ്റിയൊരു ഫിഷാണ് കേര ഫിഷ്. ഇത് വലിയ മണമൊന്നുമില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് പുളി, വളരെ കുറച്ച് അളവിൽ പുളി ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫിഷിനെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകുമ്പോൾ ഉള്ള ശക്തി മുഴുവൻ പ്രയോഗിച്ച് കഴുകാതെ ഫിഷ് പൊടിഞ്ഞു പോകാതെ സോഫ്റ്റായിട്ട് കഴുകിയെടുക്കുക. വെള്ളത്തിന് പകരം വിനെഗറും ചേർക്കാം. വിനെഗറോ പുളിവെള്ളമോ ഉപ്പിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ കഴുകുന്നത് കൊണ്ട് ഫിഷിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് മാറിക്കിട്ടി ഫിഷ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഈ ഫിഷിനെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഫ്രൈ ചെയ്യുന്നതിലേക്കായി നമുക്കൊരു കൂട്ടുണ്ടാക്കാം. പെരുംജീരകം, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, മല്ലി ഇവയെല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മിശ്രിതം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ആ മീനിലോട്ട് തേച്ചു പിടിപ്പിച്ചതിന് ശേഷം കുറച്ചു നേരം മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പാത്രമാണെങ്കിൽ 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ നമുക്ക് കുറേശ്ശെ പാത്രത്തിൽ നിൽക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. സവാള വഴറ്റുക. സവാളയും കൊച്ചുള്ളിയും കൂടെ വഴറ്റിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിഷ് അതിലേക്ക് ചേർത്തിട്ട് ഒത്തിരി ഇളക്കാതെ തന്നെ നമുക്ക് ആ ഫിഷിനകത്തോട്ട് മസാല പിടിക്കുന്ന രീതിയിൽ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയായി. പിന്നെ നമുക്കിനി 20 മിനിറ്റ് കുതിർത്ത് വെച്ച അരി നമുക്ക് ചോറിൻ്റെ പാകത്തിന് നമുക്ക് ആക്കിയെടുക്കാം. അത് വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനകത്ത് ക്യാരറ്റും കൂടി ഇട്ട് വേവിക്കാം. അതിനുശേഷം നമുക്ക് വാർത്തെടുക്കാം. അരിയുടെ അളവും വെള്ളത്തിൻ്റെ അളവും ഒന്നും കൃത്യമായിട്ട് അറിയാത്തവർക്ക് നമ്മൾ സാധാരണ ചോറ് വെക്കുന്നത് പോലെ തന്നെ വെച്ചിട്ട് നമുക്കത് വാർത്തെടുക്കാം. കുറച്ച് സവാള കത്തി കുറഞ്ഞരിഞ്ഞതും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി നമുക്കൊന്ന് വറുത്തെടുത്ത് വെക്കാം. അതിനുശേഷം ഇത് കുറച്ച് പാത്രത്തിൽ കുറച്ച് നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചോറൊരു ലെയർ ഇടാം. ചോറൊരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഗ്രേവി വെക്കാം. ഗ്രേവി വെച്ചതിന് ശേഷം അടുത്ത ലെയർ ചോറ് കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ആ വറുത്ത് കോരിയ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അത് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ കുറച്ച് നേരം അത് വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനെടുക്കാം. ചോറൊക്കെ വെക്കാൻ അറിയാവുന്ന കൃത്യമായ കണക്കുകളൊക്കെ ഉള്ള ഒരുപാട് പരിചയസമ്പന്നരായ ആളുകൾ കാണുമായിരിക്കും. അവർക്ക് വേണ്ടിയല്ല, തീരെയും പരിചയമില്ലാത്ത ആദ്യമായിട്ട് ബിരിയാണി വെക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയായിട്ടാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാലഡും അച്ചാറും ഒക്കെ പപ്പടവും ഒക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. താങ്ക്